ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 61 വിപ്രപത്ന്യനുഗ്രഹം. ശ്ലോകം 5. നിവേദയത്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുല ഇമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാ തേ ദാരകാദാരജനം യയാചിരേ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. നിവേദയത്വം ഗൃഹിണീ ജനായ മാം ദിശേയുർ അന്നം കരുണാകുല ഇമാ ഇതി സ്മിതാർദ്രം ഭവതേരിത ഗതാ തേ ദാരകാ ദ്വാര ജനം യയാചിരേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മാം എന്നെ ഗൃഹിണീജനായ ബ്രാഹ്മണ പത്നിമാരോട് നിവേദയത്വം അറിയിച്ചാലും കരുണാകുല ദീനന്മാരിലും ബാലന്മാരിലും കാരുണ്യമുള്ള ഇമാ ഈ ബ്രാഹ്മണ പത്നിമാർ അന്നം ആഹാരം ദിശേയു തരും ഇതി ഇപ്രകാരം സ്മിതാർദ്രം പുഞ്ചിരി തൂകി ആർദ്രതയോടുകൂടി വാത്സല്യത്തോടുകൂടി ഭവത ഭഗവാനാൽ ഈരിതാ പറയപ്പെട്ട തേ ദ്വാരക ആ കുട്ടികൾ ഗത പോയിട്ട് ദ്വാരജനം ബ്രാഹ്മണ പത്നിമാരോട് യയാചിരേ യാചിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നിവേദയത്വം നിവേദ എന്നുള്ളത് ദയൽത്തെ, ത്വം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗൃഹിണി ഗൃഹിണി ജനായ മാം ദിശേയുർ അന്നം അത് ചേർത്തിട്ട് ദിശേയുരന്നം കരുണാകുല ഇമാ അവിടെ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. ഇതി സ്മിതാർദ്രം ഭവത ഈരിത ചേർത്തിട്ട് ഭവതേരിത ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗതാ ഇവിടെയും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നമ്മൾ കഴിഞ്ഞൊരു ശ്ലോകത്തിലും പഠിച്ചു. ഗത ത എന്നാണ്. ഗതാ നീട്ടിയിട്ട് വിസർഗം. തേ ദ്വാരകാ ദ എന്നുള്ളത് ദയേൽത്തെ, ദ്വാരജനം ഇവിടെയുള്ള ദ എന്നും ദയേൽത്തെ, യയാചിരേ നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. നിവേദയത്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുല ഇമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാ തേ ദാരകാദാരജനം യയാചിരേ. അടുത്തത് 6ാമത്തെ ശ്ലോകം. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാശ്ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാ ചിരം ധൃതത്വദ് പ്രവിലോകനാഗ്രഹാ സ്വകൈർനിരുദ്ധാ അപിതൂർണമായയു. ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ഗൃഹീത നാംനി ത്വയി സംഭ്രമാകുല ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ താ ചിരം ധൃത ത്വദ് പ്രവിലോകനാഗ്രഹ സ്വകൈർ നിരുദ്ധ അപി തൂർണം ആയയു. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വയി അങ്ങ്, ഗൃഹീതനാംനി പേരാൽ അറിയപ്പെട്ടപ്പോൾ, ചിരം വളരെ കാലമായി, ധൃതത്വത് പ്രവിലോകനാഗ്രഹ അങ്ങയെ കാണാൻ ആഗ്രഹം പേറുന്ന, താ ആ ബ്രാഹ്മണികൾ, സംഭ്രമാകുല അങ്ങയെ കാണാനുള്ള ആഗ്രഹം ഉയർത്തിയ ആവേശത്താൽ വൈവശ്യമാർന്ന്, ചതുർവിധം 4 പ്രകാരത്തിലുള്ള ഭോജ്യരസം സ്വാദുള്ള ചോറും കറികളും പ്രഗൃഹ്യ കൈക്കൊണ്ടിട്ട്, സ്വകൈ സ്വന്തം ആളുകളാൽ, നിരുദ്ധ അപി തടയപ്പെട്ടവരായിട്ടും, തൂർണം വേഗം, ആയയു
ഭവത് സമീപം എത്തി. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗൃഹീത നാംനി ത്വയി ത്വനവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സംഭ്രമാകുലാശ്ചതുർവിധം ചേർത്ത് ചൊല്ലുമ്പം ശ്ചാന്ന് വരും. സംഭ്ര എന്നുള്ള ഭ്ര നന്നായിട്ട് ഊന്നി പറയണം. ചതുർവിധം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭോജ്യരസം ഭോ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. പ്രഗൃഹ്യ താ നീട്ടിയിട്ട് വിസർഗം. ചിരം ധൃതത്വത് ധൃത എന്നുള്ളതിൻ്റെ ധൃ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. പ്രവിലോകനാഗ്രഹ എന്നവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സ്വകൈർ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ്വ രണ്ട് സാന്നുണ്ട്. സ്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സ്വകൈർ നിരുദ്ധ ചേർത്ത് ചൊല്ലുമ്പോൾ നീ ഒന്ന് ഊന്നി പറയണം. നിരുദ്ധ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അപ്പി തൂർണം ആയയു അവിടെ വിസർഗം ലാസ്റ്റിൽ. തൂർണമായയു അങ്ങനെ നിർത്താം. ഗൃഹീത നാംനി ത്വയി സംഭ്രമാകുലാശ്ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യതാ. ചിരം ധൃതത്വത് പ്രവിലോകനാഗ്രഹാ സ്വകൈർനിരുദ്ധ അപി തൂർണമായയു. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.